എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ iPhone 15 നമ്മൾ ഷൂട്ട് ചെയ്യണത്. നമ്മൾ വാങ്ങിയ പിന്നെ വീഡിയോ യൂട്യൂബിലേക്ക് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സൈക്കിൾസ് കൊടുക്കുകയാണ്. ഒരു വിഷമമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു സന്തോഷം വരാനാണല്ലോ. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബൈക്ക് രണ്ടെണ്ണം നമ്മൾ സെയിൽ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മോഹവിലയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവുക. നമുക്ക് പുതിയൊരു ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറയുകയാണെങ്കിൽ സൈക്കിൾ വിൽക്കണത്. സോ അത് എത്രയും പെട്ടെന്ന് വിറ്റ് പോകണോ അത്രയും പെട്ടെന്ന് ചെയ്യും. പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 3 ബൈക്ക് ഉണ്ട്. 3 ബൈക്ക് പിന്നെ ഒരു മോട്ടോർ സൈക്കിളും ഉണ്ട്, ഹണ്ടർ. അപ്പോൾ ഈ 3 ബൈക്കിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യണം, പ്ലസ് ഇത് ചെയ്യണം. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് രണ്ടാമത്തെ ഇഷ്യൂ കൊടുക്കുന്നത്. ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞോണം, പുതിയൊരു ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യണത് നമ്മുടെ ഈ iPhone 15 കേട്ടോ. ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയും. ഒന്നാമത്തത് കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു തരാം. ഇത് നമ്മുടെ കോസ്മിക് ക്രക്സ് ആണ്. ഇതിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ ഞാൻ പറയുന്നുണ്ടാവുക. സെയിൽ ചെയ്യണ പ്രൈസ് മോഹവിലയാണ്, നമുക്ക് എത്രയാണ് ഞാൻ ഉദ്ദേശിക്കണത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ബൈക്ക് ഇതാണ് കേട്ടോ, നമ്മുടെ മാറിൻ്റെ സെൻക്യൂട്ടിൻ 1, ഒരു എൻട്രി ലെവൽ ഓഫ് റോഡിങ് ബൈക്ക്. നമുക്ക് സിറ്റിയിൽ വേണമെങ്കിൽ അത്യാവശ്യത്തിന് ഓടിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പർപ്പസിനനുസരിച്ചിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ബൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനിയൊരു ബൈക്ക് ഉണ്ട്, അതെന്തായാലും കൊടുക്കണില്ല. നമ്മുടെ ഈ 2 ബൈക്കാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. ഫസ്റ്റ് ഈ ഒരു ബൈക്കിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. വീഡിയോൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം താഴെക്കാൻ വേണ്ടി. ഇത് നമ്മളെ കോസ്മിക് 2018-2019 മോഡലാണ്. ഈ മോഡൽ നമുക്ക് ഫ്രണ്ടിൽ എക്സ്പ്ലോറർ മാർക്കോൻ്റെ ടയർ വരുന്നുണ്ട്. നമ്മളിത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി വൃത്തിയാകും കേട്ടോ. ഇപ്പോൾ കുറച്ച് വൃത്തിയായിട്ടുണ്ട്. ഇത് കൊടുക്കാനുള്ള കാരണം അനിയന് +1 +1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിയ കുട്ടികളായി. അപ്പോൾ നമ്മൾ ഈ സൈക്കിളൊന്നും ഓടിച്ചിട്ടല്ല നമ്മൾ സ്കൂളിലേക്കൊക്കെ പോവാട്ടോ. +1 അനിയൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ട് കാണുമല്ലോ, നിങ്ങൾക്ക് സംഭവം ഷോർട്സ് കാണുന്നവർക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള നിലയൊന്നും ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ടാണ് നമുക്ക് ഗിവ് അവേ ആയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാവും കേട്ടോ. സോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ പറയാം. ഫ്രണ്ടിൽ എക്സ്പ്ലോറർ മാർക്കോൻ്റെ ആണ് ടയർ കിടക്കുന്നത്. യൂസ്ഡ് അല്ല ടയർ. ഒരു 95% ഓക്കെ ആണ് സംഭവം, ടയറും കാര്യങ്ങളൊക്കെ. ഞാൻ കുറച്ചുകൂടി ഒരു ക്ലോസർ ലുക്ക് കാട്ടിത്തരാം. ഞാനത് കഴുകിയിട്ടില്ല കേട്ടോ, കഴുകിയിട്ടും ക്ലീൻ ചെയ്തിട്ട് തരുള്ളൂ. കണ്ട 99% ടയർ ഓക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് റിമ്മ് വന്നിരിക്കുന്നത് എല്ലാം മോഡിഫൈ ചെയ്തെടുത്തതാണ് കേട്ടോ. കസ്റ്റമായിട്ട് നമ്മൾ ഓരോന്ന് പർച്ചേസ് ചെയ്തെടുത്തതാണ്. സ്റ്റണ്ടിന് ഉപയോഗിക്കുന്നവർക്കും വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. ലോ ഫ്രെയിമാണ്. നിങ്ങൾക്ക് സ്റ്റണ്ട് ചെയ്യണവർക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാമല്ലോ. എൻ്റെ ഒരു അറിവ് വെച്ച് പറയണതാണ് കേട്ടോ. ഇതിൽ നമ്മുടെ റിമ്മ് വന്നിരിക്കുന്നത് ബിറ്റ്വീൻ്റെ റിമ്മാണ്. 5000-6000 രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ 540യുടെയോ അല്ലെങ്കിൽ 520യുടെയോ ഒരു 2 കൊല്ലം മുന്നേ, 2-3 കൊല്ലം മുന്നേ നമ്മൾ വാങ്ങിയിട്ടതാണ്. പക്ക അടിപൊളി സാധനമാണ് കേട്ടോ. ബെൻഡോ ഡബിൾ വാൾ അലോയ് റിമ്മാണ്. ഹബ്ബ് ക്വിക്ക് റിലീസാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്കിന് ചെറിയ മെയിൻ്റെനൻസ് നിങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരും കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് SR സൺഡോറിൻ്റെ ഫോർക്ക്, ഇതും ഏകദേശം 5000 രൂപ അടുത്ത് നമ്മൾ മോഡിഫൈ ചെയ്തതാണ്. നമ്മുടെ മോഡിഫിക്കേഷൻ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മോഡിഫിക്കേഷൻ, കോസ്മിക് സൈക്കിൾ മോഡിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതും അപ്പോൾ പറഞ്ഞതിലും എന്തെങ്കിലും അന്തരം ഉണ്ടെങ്കിൽ അന്ന് പറഞ്ഞതായിരിക്കും ശരി കേട്ടോ. പ്രൈസിൽ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ചിട്ടാണ് പറയണത്. ലോക്ക് അൺലോക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ ഈ സംഭവം. നമുക്ക് ലോക്കും അൺലോക്കും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ വരണത് ഫ്രെയിമിൽ കുറച്ച് ഇതുകളുണ്ട്. സ്ക്രാച്ച് അല്ല, ഇത് നമ്മൾ കഴുകിയിട്ട് ഞാൻ പറഞ്ഞില്ല ക്ലീൻ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ സ്ക്രാച്ച് ഉണ്ടല്ലോ, ഈ സ്ക്രാച്ച് അങ്ങനത്തെ ഇതുകളുണ്ട്. ഇത് ഇവിടെ ഒരഞ്ഞൊരഞ്ഞിട്ടാണ്. ഈ ഗമ്മിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടേ തരുള്ളൂ കേട്ടോ. ഒരു അലോയ് ഫ്രെയിമാണ് വരുന്നത്. നിങ്ങൾക്ക് കസ്റ്റമായിട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഡ്രൈവ് ട്രെയിൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടൂറിനെയാണ് വരുന്നത്. ബാക്കിൽ ഷിമാനോ ആൾട്ടസ് ആണ്. അതുപോലെ തന്നെ ബിറ്റ്വീൻ്റെ 7 സ്പീഡിൻ്റെ കസറ്റാണ്. ചെയിൻ ക്ലീൻ ചെയ്തിട്ടില്ല. അത് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഷിമാനോൻ്റെ 3 സ്പീഡിൻ്റെ ക്രാങ്കാണ് വരുന്നത് കേട്ടോ. 3 സ്പീഡിൻ്റെ ക്രാങ്ക്. ബാക്കിലും ക്വിക്ക് റിലീസാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
ബാക്കിലത്തെ ബ്രേക്ക് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. എക്സ്പ്ലോറർ മാർക്ക് തന്നെയാണ് ബാക്കിലും കിടക്കുന്നത് കേട്ടോ. ബാക്കിലും എക്സ്പ്ലോറർ മാർക്കാണ് കിടക്കുന്നത്. നമ്മുടെ ബിറ്റ്വീൻ എർഗോ ഫിറ്റിൻ്റെ ഇത് പറഞ്ഞാൽ ലൂസായി പോന്നിട്ടുണ്ട്. ഏതൊരു ഭാഗം ഈ ഒരു ഭാഗം ഇത് ലൂസായി പോന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളതുപോലെ പറയണതാണ് കേട്ടോ. എർഗോ ഫിറ്റിൻ്റെ പുതിയ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കൊടുക്കാനുള്ളതല്ല കാരിയർ, ബാക്കിലത്തെ കാരിയർ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ പെഡലും ഡീറ്റെയിൽ പുതിയ പെഡലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടപ്പനാക്കി ക്ലീൻ സാധനമായിട്ടാണ് കൊടുക്കുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാട്ടി തരണമെന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇനിയും ഉപയോഗിക്കാനുള്ളതാണ്. പെട്ടെന്നൊന്നും സെയിലാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യലും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഫ്രെയിമിൻ്റെ കാര്യങ്ങളൊക്കെ. സസ്പെൻഷൻ ഇതുകൾ പറഞ്ഞു. ഷിഫ്റ്റേഴ്സ് നമുക്ക് വിസിബിൾ അല്ല, ഇതിൻ്റെ വിസിബിലിറ്റി കാര്യങ്ങൾ കുറവാണ്. പക്ഷേ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം പക്കയാണ് കേട്ടോ. ട്യൂണിങ് എല്ലാം സെറ്റ് ചെയ്തിട്ടേ തരുള്ളൂ. ഒരു 700 mm വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ ഉണ്ട്. അതുപോലെ തന്നെ 0 സ്റ്റെം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല കേബിൾസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജാഗ്വയറിൻ്റെ കേബിൾസ് ആണ്, ഹൈ ക്വാളിറ്റി കേബിൾസ് ആണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഒതുങ്ങിയ ഒരു ബൈക്കാണ് ഈ കോസ്മിക് ക്രക്സ്. 29 ആയിരുന്നു, 27.5ലേക്ക് നമ്മൾ മാറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ബൈക്കിൻ്റെ ഐഡിയ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മുന്നത്തെ വ്ളോഗിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര രൂപയ്ക്കാണ് എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ വരുന്നത്. കോസ്മിക് ക്രക്സ് ഇതിൻ്റെ നമ്മൾ കൊടുക്കാൻ ഉള്ളത് കേട്ടോ. വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഇതായിട്ട് പറയാം കേട്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കി കഴിഞ്ഞാൽ ഇതറിയാൻ പറ്റും. സോ കോസ്മിക് ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരണത് നമ്മുടെ മാറിൻ്റെ സെൻക്യൂട്ടിൻ 1 ആണ് കേട്ടോ. 70,000 രൂപയാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ വില വരണത്. 70,000 രൂപ. നമുക്ക് വാങ്ങിയത് 65 68 ആ ഒരു സമയത്താണ്, ആ പ്രൈസ് ഉള്ള സമയത്താണ് നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്തത്. നമുക്ക് ഫ്രണ്ടിൽ മാറിൻ്റെ ഡബിൾ വാൾ എലോയ് റിമ്മ് കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രിസ്റ്റ വാൽവ്, പിന്നെ ഒരു അടിപൊളി ഇതും വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡിസ്ക് ബ്രേക്ക്, അത് ടെക്ട്രോൻ്റെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. എവിടെ സൂം ഔട്ട് ആയില്ലല്ലോ. ഓക്കെ, ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് സംഭവം വരുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ത്രൂ ആക്സിലാണ്. ഞാൻ ഇത്ര ചാട്ടം ചാടിയിട്ടും ഒരു ബെൻഡ് പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അതിൻ്റെ ക്വാളിറ്റി. മാറിൻ്റെ സെൻക്യൂട്ടിൻ 1 ടയർ മാക്സിസിൻ്റെ ടയറാണ്. ഏകദേശം 6,000 രൂപ വില വരുന്ന ടയറാണ് കേട്ടോ. ഏകദേശം 6,000 രൂപ അടുത്ത്. ബാക്കിലത്തെ 2 ടയറും സെയിം ടയറാണ്. പക്ഷേ ഒരേ ടയറാണ്, രണ്ടിനും 2 വിലയാണ്. ഒരെണ്ണം 5,900 വന്നിട്ടുണ്ട്, ഒരെണ്ണം 4,500 ആ പ്രൈസ് റേഞ്ചിൽ വന്നിട്ടാണ്. ഏകദേശം ഒരു 4 8 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ ഫ്രണ്ടിലത്തെ ഏകദേശം 6,000 രൂപയും ഇതും. അപ്പോൾ ഒരു 10,000 രൂപ അതിന് പൊട്ടിയിട്ടുണ്ട്. ടയറിന് മാത്രം 10,000 രൂപ അടുപ്പിച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. മാക്സിസിൻ്റെ ഇവിടെ കിട്ടില്ല, ഞാൻ ദുബായിൽ നിന്ന് ഇറക്കിയതാണ്. മിനിയൻ DHF കേട്ടോ. 27.5 2.50 ആണ് ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ലുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാം കേട്ടോ. പിന്നെ വരണത് നമ്മുടെ സസ്പെൻഷനാണ്. SR Suntour XCMൻ്റെ സസ്പെൻഷനാണ്. 120 mm ആണ് ട്രാവൽ വരണത്. ഇതിൽ ലോക്കും അൺലോക്കും കംപ്ലൈൻ്റ് ആണ്. ഇവിടെ പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വലിയ കുഴപ്പമില്ലാണ്ട് പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇഷ്യൂ ഇല്ല. പക്ഷേ ലോക്കും അൺലോക്കും ഇതിൽ വരുന്നില്ല. പിന്നെ ഫ്രെയിം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് സ്ക്രാച്ചുകളുണ്ട് ചെറിയ ഇതുകളിൽ. വലിയ അങ്ങനത്തെ സ്ക്രാച്ചുകളല്ല. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഇത് 1-2 കോറലുകളുണ്ട്. പിന്നെ നമ്മളിതിൽ സിറാമിക് കോട്ടിങ് ഈ ബൈക്കിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എത്രത്തോളം അത് ഉണ്ടെന്ന് നമുക്കറിയില്ല. സിറാമിക് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ PPFും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രണ്ടിലത്തെ ഭാഗത്തൊരു PPF കോട്ടിങ് ചെയ്തിട്ടുണ്ട്. സ്റ്റേ വൈൽഡ്, സെൻഡ്, MTV അങ്ങനെ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ ബാറും എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ ബാറും ഏകദേശം 700 mm വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. 720 mm വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഇതിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. ഷിമാനോ അല്ല, നമുക്ക് മൈക്രോഷിഫ്റ്റിൻ്റെ അഡ്വൻ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് തമ്പോണ്ട് ഇവിടെ ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനുമാണ് ഇങ്ങനെ വരണത്. സിംഗിളാണ്, 1X ആണ് ക്രാങ്ക് വരണത്. കുറച്ചൊരു ഹൈ എൻഡ് മോഡലാണ് ഇത്. മാറിൻ സെൻക്യൂട്ടിൻ 1 ഡ്രോപ്പർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരണത് നമുക്ക് ഇതിൻ്റെ ഗ്രൂപ്പ് സെറ്റാണ്, ഡ്രൈവ് ട്രെയിനാണ്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു 1X ആണ് ക്രാങ്ക് വരണത്. ബാക്കിൽ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് 11-36 ടീത്തിൻ്റെ ഒരു ഇതും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മോഡിഫിക്കേഷനിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. 9 സ്പീഡാണ്, പുതിയ ചെയിനാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ കറൻ്റ്ലി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ പെഡല്
നമുക്ക് ബെയറിംഗ് ഉള്ള പെഡലാണ്. നമുക്ക് ഈ സംഭവം ബെയറിംഗ് മാറ്റി നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. ചാത്തൻ സാധനമല്ല കിടക്കുന്നത്. ഈ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഊരിയെടുക്കാൻ പറ്റും. ഇവിടെ സ്ക്രൂ ഒക്കെ ഉണ്ട്, അത് എടുത്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഈ സംഭവം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക റെഡി ടു യൂസ് ആണ്. ഇതും റെഡി ടു യൂസ് തന്നെയാണ് കേട്ടോ. അനിയൻ ഉപയോഗിക്കുന്ന വണ്ടി തന്നെയാണ്. പിന്നെ സീറ്റിൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഉരഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഭാഗം കീറിയിട്ടുണ്ട് കേട്ടോ, ഇതും കീറിയിട്ടുണ്ട്. പിന്നെ ഫ്രെയിമൊക്കെ എൻ്റെ പൊന്നെ എന്നോടാണോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് ഫ്രെയിമും കാര്യങ്ങളും കേട്ടോ. പക്ക അടിപൊളി സാധനമാണ്, വേറെ പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ. ബാക്കിലും ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ലോക്കൗട്ട് മാത്രമാണ് ഒരു ഇഷ്യൂ ഉള്ളൂ. സോ നമ്മൾ കൊടുക്കണത് ഈ 2 ബൈക്കാണ് കേട്ടോ. കോസ്മിക്കും നമ്മുടെ മാരൻ്റെ സെൻക്യൂട്ടിൻ 1ഉം നമ്മൾ മോനെപ്പോലെ മക്കളെപ്പോലെ കൊണ്ട് നടന്നിട്ടുള്ള 2 ബൈക്കാണ് കേട്ടോ. ഇത് രണ്ടും നമ്മുടെ തുടക്കകാലവും തുടക്കത്തിൽ ഞാൻ എന്തായിരുന്നു എന്നുള്ളത് ഈ ബൈക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. എൻ്റെ ആദ്യത്തെ വീഡിയോസ് പ്ലസ് ഇത് രണ്ടാമത്തെ ബൈക്ക് പുതിയതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് നല്ല രീതിയിൽ ഇമോഷണലി നമ്മൾ അറ്റാച്ച്ഡും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, നമ്മൾ ഒരു ഇതായിട്ട് ഇത്ര അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇമോഷണൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൈസായിരിക്കും. പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ മാത്രം കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ബൈക്കുകളിലൊക്കെ നിങ്ങൾക്ക് വാങ്ങി കഴിഞ്ഞാൽ ഉപകാരം ഉണ്ടാകുന്ന ഉറപ്പുള്ളവർ മാത്രം സാധനം പർച്ചേസ് ചെയ്താൽ മതി. ഞാനങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് അങ്ങനെ സെയിൽ ചെയ്യാൻ നോക്കണില്ല. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് താല്പര്യമായിട്ട് വരുന്നവർക്ക് മാത്രം ഇത് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 2 ബൈക്കുമാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. സോ താല്പര്യമുള്ളവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുക്കുക. അടുത്ത ഒരു അടിപൊളി കിടലൻ വീഡിയോ ആയിട്ട് സ്റ്റേ ട്യൂൺ ഗൈസ്. സ്പെഷ്യൽ വീഡിയോസ് വരുന്നുണ്ട് ഈ ആഴ്ച തന്നെ കേട്ടോ. സോ അത്രേ ഉള്ളൂ, ബൈ.